കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന വക്കീലന്മാരുടെ സമരം ഇന്ന് മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു. വക്കീലന്മാരെല്ലാവരും തന്നെ അവരുടെ കറുത്ത ഗൗൺ കത്തിച്ചു കളയാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. സെൻട്രൽ പോലീസ് ഉദ്യോഗസ്ഥരും തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ സമരം തടഞ്ഞു നിർത്താനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ്. ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ജനങ്ങളേവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളിലേക്ക്. നിങ്ങൾ ഈ കറുപ്പ് കോട്ടിനെതിരെ ഒരു ന്യായവും ഇല്ലാതെ ഇങ്ങനെ സമരം ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് തന്നെ കാരണം. നിയമത്തിന്റെ കോട്ടകളെ കുറിച്ച് ഞങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ഞങ്ങളെ പോലീസുകാരെ കൊണ്ട് തല്ലിപ്പിച്ചില്ലേ? അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. നാട്ടിലുള്ള ഒട്ടുമിക്ക വക്കീലന്മാരും ചേർന്ന് തുന്നിയിട്ട കോട്ട കണ്ടില്ലേ? അതെങ്ങാനും കത്തിച്ചാലുണ്ടല്ലോ ഗവൺമെന്റിന്റെ മാനം കപ്പൽ കയറോടോ. ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഈ നിയമത്തിനെ നിങ്ങൾ എന്തിനാണ് ഈ നിയമം കൊണ്ട് രക്ഷയില്ല. പിന്നെ എന്തിനാണോ ഈ കറുത്ത കോട്ടൊക്കെ? എവിടോ ചുമ്മാ സംസാരിക്കാതെ ഓ മരണം വരെ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങളെ ഡൽഹിയിൽ വെച്ച് പോലീസിനെ കൂടെ തല്ലിച്ചില്ലേ? ഇനി പണി കൊടുക്കണ കണ്ടോ? സമരം ചെയ്യും, സമരം ചെയ്യും. ഹലോ, കൺട്രോൾ റൂം സ്പീക്കിംഗ്. ഹൈക്കോടതി ജഡ്ജിയെ സിറ്റിസൺ തട്ടിക്കൊണ്ട് പോകുന്ന മുന്നറിയിപ്പുണ്ട്. വാട്ട് സിറ്റിസണോ? സാർ, സ്പോട്ടിൽ പോയി പോലീസ് പ്രൊട്ടക്ഷൻ അലർട്ട് ഓ ഷിറ്റ്. വണ്ടി തിരികെ. ക്ഷമിക്കൂ, താങ്കളുടെ ആവേശം ഞാൻ മനസ്സിലാക്കുന്നു. ഡൽഹിയിൽ വക്കീലന്മാരെ കയ്യേറ്റം ചെയ്ത പത്രക്കാർ തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളെ പോലെ വക്കീലായിട്ട് വന്നവനാണ് ഞാനും. നിങ്ങളുടെ കൂട്ടായ്മയെ പറ്റി എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. മുഴുവൻ സെർച്ച് ഉണ്ടാക്കരുത്, പറയുന്നത് കേൾക്കൂ പ്ലീസ്. നമ്മൾ ഒറ്റക്കെട്ടായല്ലേ നിൽക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ നീതിന്യായ വ്യവസ്ഥയെ കുറ്റം പറയുന്ന പൊതുജനങ്ങളുള്ള ഈ അവസ്ഥയിൽ നിങ്ങളാണെങ്കിൽ ഒരാഴ്ചയായി കോർട്ടിൽ പോകാതെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? കറുത്ത തുണി കത്തിക്കുമെന്ന് ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്തുന്നു. ഡ്രൈവർ. ഏയ്, എന്താ ഇത്? ഡ്രൈവർ ഇല്ലാതെ ആംബുലൻസ് ഇവിടെ കിടക്കുന്നത്? ഏത് ഹോസ്പിറ്റൽ ആംബുലൻസാ? സാർ, ഇത് വിജയ് ഹോസ്പിറ്റലാണ് സാർ. വേഗം ഫോൺ ചെയ്യ്. നിയമം സംരക്ഷിക്കേണ്ട നിങ്ങൾ തന്നെ കറുത്ത തുണി കത്തിക്കാൻ പൊതുജനങ്ങൾ നമ്മളെ എങ്ങനെ ബഹുമാനിക്കും? ഈ പോരാട്ടം ആവശ്യമാണോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. സാർ, വിജയ് ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് അയച്ചിട്ടില്ലെന്ന്. സംതിങ് റോങ്. പിന്നെ എങ്ങനെ ഈ ആംബുലൻസ് ഇവിടെ വന്നു? സിറ്റിസൺ ഇവിടെ തന്നെയുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ സമരം ആവശ്യമാണോ? കത്തിക്കരുത്, കത്തിക്കരുത്. കറുത്ത കൊണ്ട് കത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കത്തിക്കുന്നതിന്റെ ശ്രമമാണ്. ദയവേത് അവരെ പിടിച്ചു മാറ്റാൻ നോക്ക് പ്ലീസ്. നിയമം അമ്മയാണ്. അത് ദയയും കാരുണ്യമുള്ളത് തന്നെയാണ്. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെ നിയമം അമ്മയെ പോലെയാണല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, അമ്മയും മക്കളെയൊക്കെ തുരിതുരാന്ന് വെടിവെച്ച് കൊന്നിട്ടുള്ള ചരിത്രം നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഞാനീ പറയുന്നത് പുരാണ കഥയൊന്നുമല്ല. അത്തിപ്പട്ടി അറിയോ? അത്തിപ്പട്ടി ആരാണ്? ആരാടാ നീ? പറ, നീ ആരാണ്? സിറ്റിസൺ. സിറ്റിസൺ? പോലീസ്, പോലീസ്. എക്സ്ക്യൂസ് മീ സാർ, ഞങ്ങൾക്ക് നിങ്ങൾ ചെന്ന് നോക്കൂ. പെട്ടെന്ന് പോകണം. സാർ, ജഡ്ജിയെ സേഫായിട്ട് അയച്ചിട്ടുണ്ട് സാർ. ഒരു കുഴപ്പമില്ല സാർ. സ്റ്റോപ്പ് ഇറ്റ്. സാറേ, ഇത് ജഡ്ജിയുടെ കാറാ. ജഡ്ജി പാർക്കിംഗ് ഏരിയയിൽ എടുത്തോണ്ടിരാൻ ലേറ്റ്. വണ്ടി ഫോളോ ചെയ്യ്. വേഗം വണ്ടി നമ്പർ നോട്ട് ചെയ്യേ. 0337.
സൂക്ഷിച്ചു പോണം. ടേക്ക് നിങ്ങളുടെ ഗവൺമെന്റിനോട് പോയി പറഞ്ഞേക്ക് മൊത്തം 3 പേരുണ്ടെന്ന്. കഴിയുമെങ്കിൽ തടയാൻ പറയുക. സിറ്റിസൺ. കിഡ്നാപ്പിന് മുമ്പ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ക്ലൂവും കൊടുത്തിട്ടുണ്ട്. അതും കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുക. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനും ഇൻസ്പെക്ടറും അടികൊണ്ട് ആശുപത്രിയിലാണ്. അതും ഇങ്ങോട്ട് വന്ന് എഴുന്നള്ളിച്ചു. നിങ്ങളൊക്കെ ഒരു പോലീസ് ഓഫീസറാണോ? മിസ്റ്റർ കൃഷ്ണമൂർത്തി, യു ടേക്ക് ചാർജ് റൈറ്റ് നൗ. ഓക്കെ സർ. എന്താടാ എന്തേ കാണിക്കുന്നത്? എക്സർസൈസ് ആണോ? നീ എന്താ കാണിക്കുന്നത്? വാവ്, ആരാടി അത്? ഐശ്വര്യ റോയുടെ ഡൂപ്പാടി. ചേട്ടാ എന്തായി കാണിക്കുന്നത്? എക്സർസൈസ് ചെയ്യുമായിരുന്നു. ഇത് എക്സസൈസ് പോലെയില്ല, കണ്ടിട്ട് മിഡ് നൈറ്റ് മസാല പോലെ ഉണ്ട്. വാവ്, കാണിക്കുന്നുണ്ടടി. ആംസ് കാണിക്കുന്നുണ്ടടി. കയ്യിലെ ഡംബിൾസ് പൊക്കിക്കൊണ്ട് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. സൂപ്പർ. ചേട്ടാ ചേട്ടാ അവിടെ 2 പെണ്ണുങ്ങൾ എത്തി നോക്കുന്ന പോലെയല്ലേ? നമ്മളെ വെച്ച് സിനിമ പിടിക്കുവാൻ തോന്നുന്നു. ഒന്ന് സീരിയസ് ആവേട്ടാ. ആദ്യം അവരാരെ നോക്കി കണ്ടുപിടിക്കാം. ഇങ്ങ് വന്നേ. എടി, എന്നെ തനിച്ചാക്കല്ലേ. ഹായ്, ഹലോ. മുകളില് തെങ്ങില് ഒരു അണ്ണാൻ ഡിസ്കവറി ചാനലിന് വേണ്ടിയാ. അണ്ണാൻ ചാടി ഫോട്ടോ മുകളിൽ നിന്ന്. നേച്ചർ അതെ, നേച്ചർ തന്നെ എടുത്തല്ലേ? കാണിച്ചേ. കാസറ്റ് എടുക്കാൻ. എന്തിനാ? ഐ വാണ്ട് മൈ കാസറ്റ് ബാക്ക്. ഏയ്, ഇല്ലല്ലോ. അവസാനമായിട്ട് ഞാൻ ചോദിക്കാം, കാസറ്റ് തരുന്നോ ഇല്ലയോ? ഇങ്ങോട്ട് തരാൻ. കാസറ്റ്. എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. എടുത്തോളൂ, എടുത്തോളൂ. ഞാൻ എടുക്കും. എന്താണ് സംഭവിച്ചേ? അയാൾ വല്ലാത്ത മൊരട്ടനാ. ഒന്നുമില്ല, വെറുതെ ചായക്കട 15 രൂപ 50 പൈസ കൊടുക്കാൻ. ഗുഡ് മോർണിംഗ് മമ്മദ് കുട്ടി. ഗുഡ് മോർണിംഗ് അബ്ദുള്ള. സന്ധ്യ ആയല്ലോ. അത് പിന്നെ ഒന്നിനും കൊള്ളാത്ത വീലും കൊണ്ട് ഇത്ര സമയം എന്ത് കാണിച്ചോണ്ടിരിക്കുക? സലാം ഭായ്. സലാം അലൈക്കും. ഷാരുഖ് ഭായ്. വലൈക്കും അസ്സലാം. എന്റെ മോളുടെ നിക്കാഹാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിക്കാഹിന് വരണം. പിന്നെ വരാതിരിക്കോ? വരുമ്പോ എല്ലാവരെയും വിളിച്ചോണ്ട് വരണം. അതിനെന്ത് വന്നേക്കാം. അല്ല, എത്രാം തീയതി കല്യാണം? 20-ാം തീയതിയാണ് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വന്നേക്കാം. മാഷാഅല്ലാ. अल्लाह का नाम भी दे दे बाबा, या अल्लाह. अल्लाह अल्लाह तुम्हारा भला करेगा, या अल्लाह. അബ്ദുള്ളിക്ക, വേഗം വാ, സമയമായി. ഈ കാണുന്നതാണ് ജില്ലാ കളക്ടർ ഓഫീസ്. ഈ കാണുന്നതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇത് കളക്ടർ ഓഫീസിലേക്ക് വരുന്നവർ അപേക്ഷകൾ ടൈപ്പ് ചെയ്യുന്ന സ്ഥലം. ഇതിനോട് ചേർന്നാണ് ജനങ്ങൾക്ക് കളക്ടറെ കണ്ട് നിവേദനം കൊടുക്കാനുള്ള വലിയ ക്യൂ നിൽക്കുന്നത്. ഈ ക്യൂവിൽ ഞാനും കാണും. എന്നോടൊപ്പം നമ്മുടെ 3 പേരും ഉണ്ടാവണം. ഞാനൊരു വിസിറ്ററായിട്ട് അകത്ത് കയറി പറ്റും. എങ്ങനെ?